ഹലോ, ഇന്നത്തെ ജസ്റ്റ് ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ്, വലിയ കാര്യങ്ങളൊന്നും ഇല്ല. എന്താ പറയുക, രാവിലെ എണീറ്റ് കുറച്ച് അയൺ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അയൺ ചെയ്യുന്ന പരിപാടിയിലൊക്കെ കടന്നേക്കാണ്. പിന്നെ ഭക്ഷണം ഉണ്ടാക്കില്ല. രാവിലത്തെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ധൃതിക്ക് എടുക്കുന്നുണ്ട്, നമുക്ക് അങ്ങനെ ക്ലീനാക്കി വെക്കാനൊന്നും പറ്റില്ല. രാവിലെ മൊത്തം ഒരു കലവിലായിരിക്കും. എന്താ പറയുക, രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാനിന്ന് വിചാരിച്ചത് കുറച്ച് പുട്ടും നമ്മുടെ പുട്ടുപൊടി ഉണ്ടായിരുന്നേ. അപ്പോൾ അത് വെച്ച് പുട്ടും പയറും പപ്പടമൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോഴത്തേന് ടൈം നമ്മൾ രാവിലെ എണീക്കുന്നതേ ഓർമ്മ കാണത്തുള്ളൂ. എണീറ്റിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്ത് വരുമ്പോഴത്തേനൊന്ന് ഫ്രഷ് അപ്പ് ആകുമ്പോഴത്തേന് തന്നെ നല്ലതായിട്ട് സമയം അങ്ങ് പോവേ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇതെല്ലാം ഉണ്ടാക്കി വന്നപ്പോഴത്തേന് തന്നെ 6 മണി കഴിഞ്ഞ്. അങ്ങനെ അപ്പോൾ ഞാൻ പുറത്ത് നോക്കിയപ്പം ചെറിയ മഴയൊക്കെ ഉണ്ട്. ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ. പക്ഷേ ഇത് എന്താ രാത്രിയിൽ ചെറിയ മഴ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ തണുപ്പ്, എന്താ പറയുക, ഒരു ആശ്വാസം പോലെ ഉണ്ട്. നല്ല മഴയൊക്കെ നല്ല ഒരുവിധം ചാറുന്നുണ്ട്. ഈ മഴയൊക്കെ കണ്ടുകൊണ്ട് രാവിലെ ഈ മഴയൊക്കെ കണ്ടിട്ടുള്ള ഒരു മോർണിംഗ് ഒരു ചായകുടി എന്നൊക്കെ പറയുന്നത് ഒരു പ്രത്യേക ഫീലാണ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെയൊക്കെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. അങ്ങനെ പക്ഷേ മഴ പെയ്തതേ ഉള്ളൂ കേട്ടോ. പിന്നെ അങ്ങോട്ട് ഭയങ്കര ചൂടായിരുന്നു. ചൂടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 42-41 ഡിഗ്രി വരെ ചൂടാണ്. ഭയങ്കര, നമുക്ക് അടുക്കളയിൽ എന്ന് പറയുന്നത് നിൽക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ചൂടാണ്. സൂര്യൻ ഇങ്ങനെ കത്തി ജ്വലിച്ചിങ്ങനെ അതിൻ്റെ എല്ലാ പ്രഭയോടും കൂടി നിൽക്കുന്ന ടൈമാണ് കേട്ടോ. അത്രയ്ക്കും ചൂടാണ് ഇവിടെ. ഈ സമയത്ത് ഏറ്റവും പാടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ അടുക്കള പണി കേട്ടോ. നമുക്കങ്ങ് ചൂടെടുത്തങ്ങ് വേവ്, നമുക്ക് അത്രയ്ക്കും ഈ ചൂടെടുത്തിട്ട് നമുക്കിങ്ങനെ വിയർത്ത് കുളിച്ചായിരിക്കും നമ്മൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പരിധിയാവുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് പണി തീർക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഈ ഇതെല്ലാം എടുത്ത് അരിഞ്ഞ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് എടുക്കുമ്പോഴത്തേന് അടുക്കളയിൽ ഒരുപാട് നേരം നിൽക്കേണ്ടല്ലോ. അപ്പോൾ എല്ലാം കൊണ്ടുവന്ന് ഹോളിലോ ഈ ഫാനിൻ്റെ കീഴിലൊക്കെ ഇരുന്നിട്ടാണ് അരിഞ്ഞെടുത്തിട്ടാണ് പിന്നെ കൊണ്ടുവന്ന് വെക്കുന്നത്. ഭയങ്കര ചൂടാണ്. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ചൂട്. ഇപ്പോൾ ഇത് തുടങ്ങിയിട്ടുള്ളൂ. ഇനി ഇച്ചിരൂടെയൊക്കെ കഴിയുമ്പോൾ എന്താവും എന്തോ, അത്രയ്ക്കും ചൂടാണ്. ഇവിടെ കാറ്റ് 2-3 പ്രാവശ്യം ഇവിടെ ഇങ്ങനെ മഴയുടെ കോളൊക്കെ കാണിച്ചു. പക്ഷേ നല്ല ഇടിയും മിന്നലും വന്നിട്ട് അതങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ട് അങ്ങ് പോയി, ഒന്ന് കാണിച്ച് കുതിപ്പിച്ചിട്ട് അങ്ങ് പോയി. അപ്പോൾ ഇന്ന് കുറച്ചുകൂടെ ഒന്ന് പെയ്തത്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, കണ്ടില്ലേ, അപ്പോഴത്തേന് നല്ല വെയിലായി. വെയിൽ മാത്രമല്ല നല്ല ചൂടും ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ വിചാരിച്ചു വന്നാൽ ഉച്ചയ്ക്കത്തേക്ക് പരിപാടിയൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ട് ചോറ് വെക്കുന്ന പരിപാടിയിലേക്ക്. അപ്പോൾ ചോറ് വെക്കാനായിട്ട് അരിയൊക്കെ കഴുകി. അപ്പോൾ പെട്ടെന്ന് ഇത് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഒരു ആശ്വാസമുണ്ട്. പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ വാർത്ത കാണാനാണ് കേട്ടോ. ഇപ്പോഴത്തെ വാർത്ത കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഒന്നാമത്തെ കാര്യം മറ്റേ ഇലക്ഷൻ്റെ ന്യൂസും തമിഴ്നാട്ടിലെ ഇലക്ഷൻ്റെ ന്യൂസും ഒക്കെയാണ് ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് കുറേ സമയം ഇങ്ങനെ ഫോണിൽ തന്നെ നോക്കിയിരിക്കുക. അപ്പം ഫ്രിഡ്ജിനകത്ത് ആകെ അലമ്പായിട്ടിരിക്കുക കേട്ടോ. ഫ്രിഡ്ജ് എന്തായാലും എനിക്ക് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒരുവിധം കറിയൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ക്ലീൻ ആക്കാമല്ലോ. അത് ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങ് മടിയാണേ. അപ്പം ഇന്ന് കാര്യമായിട്ട് എന്തെങ്കിലും വെക്കാമെന്ന് വെച്ചാൽ അവിയലോ സാമ്പാർ പിന്നെ എന്തെങ്കിലും മെഴുക്ക് പുരട്ടി അങ്ങനെ വെക്കാമെന്ന് പറഞ്ഞിട്ട് പച്ചക്കറിയൊക്കെ ഫ്രിഡ്ജിൽ തപ്പിയെടുക്കുകയാണേ. ഇത് പക്ഷേ ചെറിയ ഫ്രിഡ്ജ് ആയതുകൊണ്ട് നമുക്ക് വലിയ സ്റ്റോറേജ് ഒരുപാട് പച്ചക്കറി മാത്രമേ നമുക്ക് അത്യാവശ്യം വെക്കാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ എന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അതുകൊണ്ട് ഇത് ക്ലീൻ ആക്കിയിട്ട് 3-4 ദിവസം ആയതേ ഉള്ളൂ. പക്ഷേ പെട്ടെന്ന് കച്ചറായിപ്പോയേ. ഇങ്ങനെ എന്താ പറയുക, പെട്ടെന്ന് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വെച്ചപ്പോഴത്തേനും ഭയങ്കര മെസ്സി ആയിപ്പോയി. ഇനി എന്തായാലും അത് വൃത്തിയാക്കി എടുക്കണം. മടിച്ചിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കുള്ളത് ഒരു ഷമാം ഉണ്ടായിരുന്നു കേട്ടോ. ചൂട് സഹിക്കാൻ വയ്യാത്തപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ നമ്മുടെ മസ്ക് മെലൻ ഷമാം എന്നൊക്കെ പറയുന്നത്, അത് നമുക്ക് ജ്യൂസ് അടിക്കാമെന്ന് വെച്ചാൽ. അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം നമ്മുടെ അടുക്കള പണിയെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് എന്നിട്ട് ഷമാം ജ്യൂസ് അടിക്കാനായിട്ട് ഷമാം എടുത്തപ്പോൾ നല്ല പഴുത്തിട്ടുള്ള ഷമാമായിരുന്നേ. അപ്പോൾ അത് കറക്റ്റ് നമ്മൾ മത്തങ്ങയുടെ ഒരു ഫ്ലേവർ, ചെറിയൊരു ഫ്ലേവർ. പക്ഷേ ആദ്യമൊക്കെ കഴിച്ചാൽ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പിന്നെ കഴിച്ച് ജ്യൂസ് അടിക്കാൻ നല്ലതാണ്. കുറച്ച് പാലൂടെ ചേർത്തടിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഷമാമിൻ്റെ ജ്യൂസിനായിട്ടുള്ള പ്രിപ്പറേഷൻസ് അതിങ്ങനെ എടുത്തപ്പോഴത്തേനും അകത്ത് കണ്ടില്ല ഇങ്ങനെ മത്തങ്ങയുടെ ഒക്കെ ഒരു കുരുവിൻ്റെ ആ ടൈപ്പാണ്. അപ്പം ടേസ്റ്റ് സ്മെല്ലും ഏകദേശം ഒരു ആ ടൈപ്പാണ്. എന്നാലും കൊള്ളാട്ടോ. നമ്മൾ ജ്യൂസ് അടിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ തണുപ്പോടെ കുടിക്കുമ്പോൾ നമുക്ക് ചൂടിന് നല്ലൊരു ആശ്വാസം കിട്ടുന്നത്. അപ്പം നമുക്ക് പ്രത്യേകിച്ച് മധുരം വലുതായിട്ട് ഇടേണ്ട കാര്യമില്ല. ഞാൻ അങ്ങനെ മധുരം അങ്ങനെ ഉപയോഗിക്കാറില്ല, പഞ്ചസാര ഉപയോഗിക്കാതാണ് എടുക്കുന്നത്. അങ്ങനെ ഷമാം ജ്യൂസൊക്കെ അടിച്ചു, കുറച്ചുള്ളത് ബാക്കി എടുത്ത് ഫ്രിഡ്ജിലും വെച്ചു. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് കുടിക്കാമല്ലോ. അപ്പോൾ തണുപ്പിന് പ്രത്യേകിച്ചും അടുക്കളയിൽ നിന്ന് ജോലി ചെയ്തിട്ട് വന്ന് ഇറങ്ങിയിട്ട് ഇത് കുടിക്കുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസമാണ് കിട്ടുന്നത്. അങ്ങനെ വൈകുന്നേരം കുറച്ച് രാത്രിയായപ്പോൾ വിചാരിച്ചൊന്ന് പുറത്തിറങ്ങി ഒന്ന് നടക്കാൻ. അങ്ങനെ കുറച്ച് നേരം പുറത്തിറങ്ങി ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങി. അങ്ങനെ നമ്മുടെ എന്താ പറയുക, രാത്രിയിലത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ.